ഹായ്, നമുക്ക് കലമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. കലം എന്ന് പറയുന്നത് നമ്മൾ അറബിക് കാലിഗ്രഫിയിൽ ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ബാമ്പൂവിൻ്റെ സ്റ്റിക്കാണ് നമ്മൾ കലം എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അത് കട്ട് ചെയ്ത് ഇവിടെ ഒരു ചെരിവുണ്ടാവും, ഇങ്ങനെ ഒരു ചെരിവുണ്ടാവും. ഇതാണ് നമ്മൾ ഇങ്കിൽ മുക്കിയിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഈ കലം എന്ന് പറയണത് എന്താണ്, നമുക്ക് കുറേ ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കലം യൂസ് ചെയ്യുമ്പോൾ അധികം ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കലം ഇങ്കിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്കിൽ മുക്കിയ കലമാണെന്ന് വിചാരിക്കാം, നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഇങ്ക് ഇവിടെ ബാലൻസ് വെക്കും. നമ്മൾ എപ്പോഴും ഒരു ടിഷ്യൂ കീപ്പ് ചെയ്യാം. ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇങ്ക് അതിൽ പോരും. ഇതിങ്ങനെ ഇങ്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ക് കട്ട പിടിച്ചിട്ട് നമ്മുടെ കലമിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ടിഷ്യൂ അല്ലെങ്കിൽ തുണിയായിട്ട് യൂസ് ചെയ്യേണ്ടവ അധികം പ്രസ് ചെയ്യാനും പാടില്ല, പ്രസ് ചെയ്തിങ്ങനെ വലിക്കാനും പാടില്ല. അപ്പോൾ അത് പ്രസ് ചെയ്ത് വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സ്മൂത്ത് സർഫസ് മാറി ഇച്ചിരി റഫായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഡിസൈനെ ബാധിക്കും. പിന്നെ കലം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറബിക് കാലിഗ്രഫി ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഓരോ ലെറ്ററിനും ഓരോ സൈസ് ഉണ്ട്. ഇത്ര നുക്ത നീളം, ഇത്ര നുക്ത വീതി എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതല്ലാണ്ട് ഡിസൈൻ്റെ ബേസിൽ കുറച്ചൊക്കെ ഇപ്പോൾ അലിഫൊക്കെ നമ്മൾ നല്ല നീളത്തിലൊക്കെ വരയ്ക്കാറുണ്ട്. അതേപോലെ വരയ്ക്കാൻ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ചെറുതാക്കാണ്ട് വരയ്ക്കാൻ നോക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു കലം വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ആ സൈസിനേക്കാളും ചെറിയ സൈസിലുള്ളത് വരയ്ക്കാൻ ശ്രമിക്കാണ്ടിരിക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വരച്ചത് കറക്റ്റായിരിക്കും, പക്ഷേ അതിൻ്റെ പെർഫെക്ഷനെ നന്നായിട്ട് ബാധിക്കും. അതേപോലെ അധികം എക്സ്പീരിയൻസ് ഇല്ലാണ്ട് വർക്ക് ചെയ്യണ പോലെ തോന്നും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും, നമ്മൾ ഈ കറക്റ്റ് സ്റ്റാൻഡേർഡ് സൈസും നമ്മൾ ആ ഡിസൈനിൻ്റെ ഷേപ്പും കറക്റ്റ് അത് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. പിന്നെ കാലിഗ്രഫിയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കലം വെച്ചിട്ട് ഒരു ലെറ്റർ എഴുതി, ആ ലെറ്റർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കലം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അലിഫൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക അതിനേക്കാട്ടും കുറച്ചുകൂടി സൈസ് കുറഞ്ഞ് കലം വെച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ കലം കൊണ്ട് ഡിസൈൻ വരച്ചിട്ട് ഈ കലം കൊണ്ട് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കാണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഇതിൻ്റെ സൈസ് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതും നമ്മുടെ പേഴ്സണലി ഞാൻ ട്രൈ ചെയ്തിട്ട് തോന്നിയ കാര്യമാണ്. അത് നമ്മുടെ ഡിസൈനിൻ്റെ പെർഫെക്ഷനെ ബാധിക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലെറ്റർ വരയ്ക്കുന്ന ടൈമിൽ നമ്മൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു വർക്കിൽ ഈ റാ ഒക്കെ എഴുതണുണ്ടല്ലോ, നമ്മൾ റാ എഴുതുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കോർണർ വെച്ച് ഇതിങ്ങനെ ഫില്ല് ചെയ്യുകയാണ് സാധാരണ ചെയ്യാം. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോർണേഴ്സ് ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രസ് ചെയ്യാണ്ട് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർണർ ഒന്ന് ലൂസായി അതിങ്ങനെ ഇളകണ പരുവത്തിലേക്കാവും. സോ അത് പെട്ടെന്ന് കലമിനെ ഡാമേജ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ അഥവാ ഇങ്ങനെ നമ്മുടെ സാധാരണ ചെയ്യുന്നത്രയ്ക്ക് ഈ പെർഫെക്ഷൻ കിട്ടണില്ല, അല്ലെങ്കിൽ നമ്മുടെ കലമിന് വല്ല ഡാമേജ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? സാധാരണ നമ്മൾ നന്നായിട്ട് കലമൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വരയ്ക്കുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഏകദേശം എത്തും. നമുക്ക് അത്യാവശ്യം വരയ്ക്കാനുള്ളതുണ്ടാവും. അല്ലെങ്കിൽ ഒരു വര വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ മുക്കണം, ഇങ്ക് മുക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ക് ലിക്കായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കലമിൻ്റെ കുഴപ്പമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ടിഷ്യൂ യൂസ് ചെയ്യണമെന്ന്, ടിഷ്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഡാമേജൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഡാമേജ് ഇപ്പോൾ നമ്മൾ അഥവാ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ക് ഇരുന്നിട്ട് ഒരു കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. കട്ടിയാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു ബലത്തിനെ എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതേപോലെ നമ്മൾ കുറേ നാൾ ഒരു കലം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ പോകും. ഇതിന് അത്ര റിജിഡ് ആയിരിക്കില്ല ഇതിൻ്റെ ഈ ഭാഗം. സോ നമുക്ക് ഒന്നുകൂടി ഷേപ്പ് ചെയ്യേണ്ടതുണ്ടാവും. പിന്നെ പറയും കലം നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് പറയും. കലം വീട്ടിലുണ്ടാക്കുന്നതും പുറത്ത് മേടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ടായിരിക്കും തരുന്നുണ്ടാവുക. നമ്മൾ ഡയറക്റ്റ്ലി എടുക്കുന്ന ബാമ്പു, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബാമ്പു കലമുകൾക്ക് ഇത്രയ്ക്ക് കട്ടി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതും മാത്രമല്ല, നമുക്ക് ഫസ്റ്റായിട്ട് കിട്ടുന്നത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബാമ്പു കലം വാങ്ങാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 കലമെങ്കിലും ഏകദേശം സൈസൊക്കെ ഇതേപോലെ ഏകദേശം സ്യൂട്ടാവുന്ന സൈസ് ഞാൻ പറഞ്ഞല്ലോ. അക്ഷരം എഴുതുമ്പോൾ ലെറ്റേഴ്സ് ഓർണമെൻറ്റിൽ ഫത്തഹ് കസർ ഒക്കെ ഇതുകൊണ്ട് ഇടാം. ഇതുകൊണ്ട്
നമുക്ക് ലെറ്റേഴ്സും വരയ്ക്കാം. അങ്ങനെ ഒരു ഏകദേശം അടുത്തടുത്ത് സൈസുള്ളത്, ഭയങ്കര അടുത്ത് സൈസ് ആവാൻ പാടില്ല, ഏകദേശം ഇതേപോലെയൊക്കെയുള്ള സൈസുള്ള 2 കലം വാങ്ങിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ചിലപ്പോൾ ഷേപ്പ്, കലമിൻ്റെ ഷേപ്പ് ശരിയാവാണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അറബിക് കാലിഗ്രഫീനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കലമും ഇങ്കൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഒരു ഗ്ലൂസി ടൈപ്പ് ഓഫ് ഷീറ്റിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ക് ആ സർഫസിൽ തന്നെ ഇരുന്ന് ഉണങ്ങിപ്പോളും. റഫ് സർഫസിൽ തീരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇങ്ക് അവിടെ അബ്സോർബ് ആവുകയാണ് ചെയ്യുക. അതേപോലെ A4 ഷീറ്റ്സ്, സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഇങ്ക് അബ്സോർബ് ആവണത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ കുറച്ച് ദിവസം ഗ്ലോസി ഷീറ്റിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനും നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോസി ഷീറ്റ്സ് ആണ് ബിഗിനേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഗ്ലോസി ഷീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നോട്ടീസിൻ്റെ ഒക്കെ പേജൊക്കെ ഉണ്ടാവില്ലേ, കുറച്ചുകൂടി ഷൈനിങ് ആയിട്ടൊരു സ്മൂത്ത് സർഫസ് ആയിട്ടുള്ള അങ്ങനത്തെ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ നോക്കാം. അതിനാണ് നമ്മൾ പൊതുവെ ഗ്ലോസി ഷീറ്റ്. പിന്നെ അറബിക് കാലിഗ്രഫിയുടെ സാധനങ്ങൾ വിൽക്കണ കടയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും.